മക്കളിന്ന് രാവിലെ മുതൽ നല്ല മഞ്ഞുണ്ടെന്നുണ്ട്. അപ്പോൾ നമ്മളെവിടെയെങ്കിലും പോകാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ഇങ്ങനത്തെ ഒരു ഉടായ്പ. എന്താ പറയുക, ഉടായ്പ്. യെസ്, ഉടായ്പ്. ഇതൊന്നും തൃശ്ശൂർ ഭാഷയല്ല കേട്ടോ. പക്ഷേ ഞാൻ കുറേ മലയാള ചാനൽ കണ്ടുകൊണ്ട് തിരുവല്ല, തിരുവനന്തപുരം അങ്ങനത്തെ ആൾക്കാരെ കുറേ ചാനൽ കാണുമ്പോൾ അവരിൽ നിന്നൊക്കെ കുറേ പിടിക്കുന്നതാണ് ഞാൻ ഉടായ്പ്. അപ്പോൾ ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ അനദർ വ്ളോഗ്. നല്ലൊരു ദിവസമാണ് ഇന്ന്. മഞ്ഞ് നല്ലോണം ഉണ്ട്. ഇനി കുടാൻ പോകണമെന്നാണ് കേട്ടത് ഞാൻ. ഇപ്പം ഇന്ന് വൈകുന്നേരം മുതൽ നാളെ വരെ എന്താ പറയുക, മഴയ്ക്കുള്ള സംഭാവന ഉണ്ടെന്നാണ് ഇപ്പോൾ റേഡിയോയിൽ കേട്ടത്. ഞാൻ രാവിലെ എനിക്ക് ഏറ്റവും അധികം ഞാൻ കേൾക്കുന്നതാണ് നമ്മുടെ ആകാശവാണി വിവിധ് ഭാരതി. ഇത് കണ്ട ഹീറ്ററൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ എൻ്റെ വിവിധ് ഭാരതി ഇതേ അലക്സയിൽ കളിക്കുന്നുണ്ട്. പിന്നെ ട്രേഡിങ്ങിലിരുന്ന് നമ്മൾ, പക്ഷേ ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല ട്രേഡ്. ഇന്ന് ഇൻഫിയുടെ മാർക്കറ്റും കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ. ഇന്ന് എന്തെങ്കിലും ഒരു മൂവ് ഉണ്ടാവും ഇൻഫിന്ന്. പക്ഷേ ONGC ഇന്ന് സൈഡ് വേസാണ്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നില്ല ONGCയിൽ എന്തെങ്കിലും അധികം ഉണ്ടാവുന്ന മൂവ്. ഇന്നും നാളെയും ചിലപ്പോൾ സൈഡ് വേസ് തന്നെ ആയിരിക്കും ONGC. വലിയ മൂവൊന്നും അധികം കാണില്ല. എന്നാലും ചെറിയ ട്രേഡൊക്കെ എടുക്കാം നമുക്ക്. ഇൻഫിയും സെയിം തന്നെയാണ് തോന്നുന്നത്. ലെറ്റ്സ് സീ. ഞാൻ ഇന്നലെ മേടിച്ചത് ഞാൻ നിങ്ങളെ കാണിച്ചില്ലല്ലോ. അതെ, ഇതാണ് ഞാൻ മേടിച്ചത്. അണ്ടി മണ്ടി ഷണ്ടി മുझे ബിയർ ചായേ ठंडी. ഓക്കെ. പിന്നെ ദ പെയിൻ യു ഫീൽ ടുഡേ ഈസ് ദ സ്ട്രെങ്ത് യു ഫീൽ ടുമോറോ. പിന്നെ പുഷ് ഹാർഡർ ദാൻ യെസ്റ്റർഡേ ഇഫ് യു വാണ്ട് എ ഡിഫറെൻറ്റ് ടുമോറോ. പിന്നെ റേഡിയോ ഹെഡ്. ഇത് റേഡിയോ ഹെഡ് എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ടായിരുന്നു പണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഏകദം കടക്ക്. എനിക്ക് ചായ രാവിലെ തന്നെ ഏകദം കടക്ക് വേണം, അപ്പോൾ അതുകൊണ്ട് ഇത് മേടിച്ചു. അപ്പോൾ ഇത് നമ്മളുടെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ സെറ്റപ്പിൽ ഞാൻ ആക്ച്വലി അവന് കൊടുത്ത മോണിറ്ററി ആപ്പ് കൊടുത്തു. കാരണം അവന് PC ഇതുവരെ ഞാൻ ആക്കി കൊടുത്തിട്ടില്ല. അത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുവരെ എനിക്കിപ്പോൾ വലിയൊരു മോണിറ്റർ വേണം 2-3 ചാർട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ഈ ഇതൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് വരയ്ക്കാം. അല്ലെങ്കിൽ പിന്നെ അവിടെ പാം പറഞ്ഞു വേണ്ടാന്ന്. കാരണം അങ്ങനത്തെ ഇതൊന്നും അവൾക്ക് അവിടെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ എൻ്റെ വോളൊന്നും അറിയിക്കാമല്ലോ, ഇതൊക്കെ എൻ്റെ ഏരിയയാണ്, ഈ കോർണർ എൻ്റെ ഏരിയ. അപ്പോൾ നമുക്ക് ഈ പോസ്റ്റേഴ്സ് നമുക്ക് ഇവിടെ ഇടാം. എന്ന് വെച്ചാൽ ഫ്രെയിമിങ് കുറച്ചായിട്ട് ചെയ്യണം. മോനെ വിഷന്നിട്ട് വയ്യ. 2 മുട്ട ബോയിൽഡ് ആക്കും. എനിക്ക് ബോയിൽഡ് എഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾക്ക് ബോയിൽഡ് എഗ് കഴിക്കാം. ഒരു ഷേപ്പില്ലാത്തൊരു മുട്ട കണ്ട, ടെന്നീസ് ബോൾ മാതിരി, നമ്മുടെ ഈ ടേബിൾ ടെന്നീസില്ലേ. ഇതെടുക്കാം ഗായ്സ്. ഇന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾക്ക് പുറത്തു പോകാൻ പറ്റുന്നത്. ഒടുക്കത്തെ തണുപ്പും പ്ലസ് മഞ്ഞ് കുറച്ചൊന്നും കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓൾറെഡി ഇപ്പോൾ 2:30 ആയി. ഇപ്പോൾ യാവിൻ സ്കൂളിൽ നിന്ന് വരാനായി. പിന്നെ അതിൻ്റെ 3 മണിക്ക് എനിക്കൊരു സ്റ്റുഡൻ്റ് ഉണ്ട്. അല്ലെങ്കിൽ രാവിലെ ഞാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു തന്നു. ബേസിക്കലി ഇന്ന് രാവിലെ ഇറങ്ങിയിട്ട് പിന്നെ കുറച്ചൊന്ന് കറങ്ങിയിട്ട് നമ്മൾക്ക് സ്ഥലങ്ങളൊക്കെ കറങ്ങിയിട്ട് തിരിച്ചു വരാമെന്നാണ് വിചാരിച്ചത്. കാരണം വന്നിട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്യണ്ടേ. അപ്പോൾ ബേസിക്കലി ഇന്നത്തെ ഷോ ഫ്ലോപ്പ് ഷോ. ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് ചെയ്യണം. ഞാൻ ഇത്ര നേരം ഇരുന്ന് ട്രേഡിങ് ചെയ്യായിരുന്നു. ഇന്ന് മാർക്കറ്റ് നല്ലതായിരുന്നു, പക്ഷേ ഞാൻ ട്രേഡ് എടുത്തില്ല. ഞാൻ എൻ്റെ അനലിറ്റിക്സ് ചെയ്ത് വെച്ച ഇതനുസരിച്ചിട്ട് ഞാനത് ചെയ്യണമായിരുന്നു, പക്ഷെ ചെയ്തില്ല. എന്നുവെച്ചാൽ അതിൻ്റെ ഇടയിൽ കുറേ കോൾസൊക്കെ വന്നപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ പെട്ടുപോയി. മനസ്സിലായില്ല. പിന്നെ വീട്ടിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പാം എന്തോ കുക്ക് ചെയ്യുന്നുണ്ട് അവിടെ. അവളെ എന്തോ യൂട്യൂബിലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അവൾ നന്നായിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഇതാണ് സംഭവം. പാം കുക്കാണ്. വാട്ട് ഡു യു കോൾ ദിസ് ബേബി? നോ നെയിം? Yourself? So you didn't watch this on YouTube or anywhere? No? Wow, nice. I thought you watched it from YouTube. പല വിഭവങ്ങളുണ്ട്. Don't take like that, please. Yeah. My face, don't take that. Your face is looking good. What is wrong with your face? You're looking very pretty. You're looking very pretty, man. രസം കേട്ടോ, നല്ല ടേസ്റ്റ്. ഇതാണ് നമ്മളുടെ ഫാമിലിയുടെ പ്രശ്നം. അവർക്ക് ആർക്കും വീഡിയോയിൽ വരണ്ട. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഫോഴ്സും ചെയ്യാറില്ല. ഞാനും വരണമെന്ന് കേട്ടു. ഞാനിന്ന് അവരെ പിക്ക് ചെയ്യുന്നത് പോകണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ പറ്റിയില്ല. ചായയോടൊപ്പം തിന്നാൻ പറ്റിയ കടി നല്ല രസമുണ്ട്.
ഇതിൽ സിനമൻ്റെ ഇതൊക്കെ ഇട്ടുണ്ടാവും. ഞാൻ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നോ, അത് ഒരു കാര്യം മറന്നു. നമ്മൾക്കിത് ഇതൊന്ന് അടിച്ചു പിടിപ്പിക്കണ്ടേ അതിൽ. അപ്പം അത് ചെയ്യാമല്ല നമുക്ക്. അപ്പോൾ ഞാൻ ലഞ്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് പിടിപ്പിക്കണം. അപ്പോൾ കൈയൊക്കെ ഒന്ന് കുറച്ച് ക്ലിയറായി. പക്ഷേ ഫോർകാസ്റ്റ് അനുസരിച്ച് ഇന്ന് രാത്രി നല്ല മഴ ഉണ്ടാവുമെന്നാണ് പറയണത്. അവനെ കാണാനില്ല. അവനുണ്ടല്ലോ പതുക്കെ വന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ നിൽക്കാം. ബെല്ലൊന്നും അടിച്ചില്ല. Why did it make noise? Welcome. Huh? Open the door. How is it the first day after vacation? Not vacation, holidays. Good? Ah, Yavin Kathay. Mama is making very special food today. You see? Smells good? Yeah. Papa eating something here. Wow. What do you call this? Cutlet? Cutlet, I don't know. It's cutlets or my different style. What is that? Change your clothes, man. I'm starting, Yavin. അടിപൊളി ഫുഡ്. ഇന്ന് അതാണ് നമ്മളുടെ ലഞ്ച്. അധികം ലഞ്ചൊന്നുമില്ല, ഇതന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് കഴിച്ചിട്ട് ഫ്രൈ ആണ്, കുഴപ്പമില്ല. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താന്ന്. എനിക്കറിഞ്ഞോട്ടെ അത് സംഭവം എന്താണ്. ഇപ്പോഴാണ് മനസ്സിലായത് സോസേജിൻ്റെ. സോസേജ് ഇൻസൈഡ്. Yeah, I know. Nice. My infographic might get hung up. in Hung up? class. It was good, that's why? Yeah. Wow, man. Congrats. Thank you. Nice. Good job. Maybe mine finished. Can I take one from Yavin? Can I take? Why are you asking Mama to take from mine? ഈ മൂമെൻറ്റ്സ് ഉണ്ടല്ലോ നമ്മൾ ഫാമിലിയോടൊപ്പം ഇരുന്ന് സ്പെൻഡ് ചെയ്യണം. ഇതൊക്കെയാണ് മോനെ പ്രഷ്യസ് മൂമെൻറ്റ്സ്. ഇതിനൊക്കെ അല്ലേ നമ്മൾ ദുബായ് വിട്ടത് അല്ലേ. സമയം ഇപ്പം ഓൾമോസ്റ്റ് 5 മണിയായി. പക്ഷേ Right? നോ സ്ട്രൈറ്റ് സമയം കാണുമ്പോൾ തോന്നുന്നു 7 മണിയാകും കണ്ടായിരുന്നു. അത്രയും ഇന്ന് ക്ലൗഡിയും ഭയങ്കരമായിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ ക്ലൗഡ് ഫോമായി തുടങ്ങിയിട്ട് വൈകുന്നേരം രാത്രി മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ യാവിന് വേണ്ടിയിട്ടൊരു പാന മേടിക്കാൻ പോണ്. റൈറ്റ്? യു ഡോണ്ട് റിമെമ്പർ ദിസ് പ്ലേസ്? ഇന്ന് ഞാൻ രാവിലെ പേപ്പറിൽ ന്യൂസ് വായിക്കുന്ന സമയത്തെ ഒരു സാധനം കണ്ടു. ഒരു ന്യൂസ് എന്ന് വെച്ചാൽ നമ്മളെ ഈ പ്ലാനറ്റ്സില്ലേ എല്ലാതും സെയിം അലൈൻമെൻറ്റിൽ വരാൻ പോകുന്നത് അത്ര. ഇപ്പോൾ Jan 25 അത് വരുന്നത് അലൈൻമെൻറ്റിൽ. പക്ഷെ ഇപ്പോഴും ഓൾമോസ്റ്റ് അലൈൻ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെങ്ങാനും രാത്രി കാണാൻ പറ്റുന്ന ചില ഒന്ന് നോക്ക്. ഇന്ന് രാത്രി മഴ പെയ്യുന്നു പറഞ്ഞതാ. ഇടിമിന്നലൊക്കെ വന്ന് തുടങ്ങി. ഓൾറെഡി നല്ല ഫോർകാസ്റ്റ്. ഓൾറെഡി മഴ ചാടി തുടങ്ങി. ഞാൻ ഇടിമിന്നലും കേട്ടിട്ടാണ് പുറത്തേക്ക് വന്നത്. മഴ ചാർട്ട്. സമയം 1:20. ഉറങ്ങിയതായിരുന്നു. പക്ഷെ നല്ല അടിച്ചു പൊളിച്ചൊരു ഇടി കേട്ടു. ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിറ്റു ഈറ്റ് ഞങ്ങൾ കുറക്കൊന്നുമില്ലേ. എന്താ മഴ തുടങ്ങി. പട്ട് ക്ലബിൽ പോയിട്ട് വരണ വഴിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നാളെ നമ്മൾക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഇനി മഴ നാളെ ഉണ്ടാവും. നാളെ ഉണ്ടാവും. ഒന്നും ഉണ്ടായിരിക്കുമായി. നാളെയും നാളെ മറ്റന്നാൾ മഴ ഉണ്ടാവുമെന്നാണ് കേട്ടത്. അപ്പോൾ നമ്മൾക്ക് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ പരിപാടി. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നലെ നല്ല മഴ പെയ്ത് ഓൾമോസ്റ്റ് ഡ്രൈ ആയി തുടങ്ങി. അത്രയും ഉണ്ടായിരുന്നില്ല, എന്നാലും ഓക്കെ. നോ സ്ട്രൈറ്റ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. അയ്യോ, ബി കെയർഫുൾ. There was a thunder that lasted for 12 seconds. I don't know. But yeah, it was really thundering yesterday too much.
സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നി വീഴും. അപ്പോൾ ഇന്നലെ ഇടിമഴ മിന്നലൊക്കെ കാരണം രാത്രി ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ രാവിലെ യാവിൻ്റെ PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലെത്തി. ഞാൻ എൻ്റെ ട്രേഡിംഗ് ഒക്കെ ചെയ്തിരുന്നു. പിന്നെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് കഴിഞ്ഞത്. ഇപ്പോൾ യാവിൻ സ്കൂളിൽ നിന്ന് വന്ന് നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ സമയം കിട്ടില്ല. പാമും അവളൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി പോയിരിക്കുന്നു. പട്ടികളൊക്കെ ഉണ്ടല്ലോ തണുപ്പത്ത്. അടിയിൽ ഒരുത്തൻ. നമ്മളിന്ന് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ പോണ്. നമ്മൾ പണ്ട് കഴിച്ചില്ലേ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് A1 സ്ട്രീറ്റ് ഫുഡ്. യെസ്, Fast food. What street food? ഫാസ്റ്റ് ഫുഡ്. യാ, ബട്ട് ഇറ്റ്സ് സ്ട്രീറ്റ് ഫുഡ്. നമ്മൾ എത്ര വീട്ടിലുണ്ടാക്കിയാലും ഇവരുണ്ടാക്കുന്ന മാതിരി ഒരിക്കലും വരില്ല. നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നത്, ആക്ച്വലി പാമിൻ്റെ പ്രൊഫഷനെ പറ്റി ഞാൻ പറഞ്ഞില്ല. പാം ആക്ച്വലി ഒരു ഹെയർ സ്റ്റൈലിസ്റ്റാണ്, പ്രൊഫഷണൽ ഹെയർ സ്റ്റൈലിസ്റ്റാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കൊരു 20 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം തന്നെ അവൾ പോയിരിക്കുന്നത് പറഞ്ഞാൽ ടോണി ആൻഡ് ഗായ് അറിയില്ലേ? ടോണി ആൻഡ് ഗായ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് അവൾക്ക് ഇപ്പം ഇന്ന് അവൾ ഇതിനു വേണ്ടി പോയിരിക്കുന്നത്. ഇൻ്റർവ്യൂ അല്ല, ഇന്ന് അവൾക്ക് ഒരു മോഡലിനെ കൊണ്ടുപോകണം. അവർ മോഡൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഹെയർ കട്ടും അതൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലേ അവൾക്ക് കിട്ടുള്ളൂ. സാലറി കാർഡ് ഇപ്പോൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ലെറ്റ്സ് സീ. ഐ തിങ്ക് ആസ് പെർ എക്സ്പീരിയൻസ് അവൾക്ക് കിട്ടണം. ഇത്രയും നാൾ ദുബായിൻ്റെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇവിടെ കുറച്ച് കുറവ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വേറൊരു ഓപ്ഷൻ അവൾക്ക് ബാംഗ്ലൂരിൽ കിട്ടി. പക്ഷെ അത് അവിടെ പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ അവൾക്ക് ഒറ്റയ്ക്ക് പോകണം. അത് നല്ലൊരു സാലറിയിൽ കിട്ടിയത്. അക്കോമഡേഷനും എല്ലാതും ഫാമിലി അക്കോമഡേഷന് വരെ അവർ ഫ്രീ തരാമെന്ന് പറഞ്ഞു, എഡ്യൂക്കേഷൻ വരെ യാവിൻ്റെ. പക്ഷെ ബാംഗ്ലൂർ പിന്നെ ചെന്ന് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ സെറ്റിലായില്ലേ. അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ വേണ്ടാന്ന് വെച്ചു. എന്ത് പറഞ്ഞാലും ശരി, നമ്മുടെ ഡൽഹിയിലെ എന്നുവെച്ചാൽ ഇന്ത്യയിലെ ഫുഡിൻ്റെ ഇതുണ്ടല്ലോ അടിപൊളി തന്നെ. കാരണം ഓപ്ഷൻസ് നമ്മൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്, പ്ലസ് വിലയും ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഇതന്നെ എനിക്ക് ടോട്ടലി ചില്ലി പൊട്ടാറ്റോ ഫ്രൈയും പിന്നെ ഇതും ചോമീനും 220 രൂപ. നമ്മുടെ ദുബായിലെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 10 ദിറം. സമയം 3:45 പറയും. ഇപ്പോഴാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഇതുപോലെ ക്വാണ്ടിറ്റി കണ്ടോ? ഇത് കഴിഞ്ഞിട്ടും ഇതേ ഇതിലുണ്ട്. ഇത് 120 റുപ്യക്ക് ഫുള്ള്. അടിപൊളിയല്ലേ? യാവിനെ ഓൾറെഡി ഇതിനാൻ തുടങ്ങി. ലെറ്റ് മീ ടേസ്റ്റ്. ഹൗ ഇസ് ഇറ്റ്? ഗുഡ്. നൈസ്. എൻ്റെ മക്കളെ, ഇങ്ങനത്തെ ഫുഡ് ഭാഗ്യം തന്നെ വേണ്ട. ഗൈസ്, ലഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടൊന്ന് മയങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ ആക്ച്വലി പാമിൻ്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു. അവളെ ഇൻ്റർവ്യൂവിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചില്ല എന്താ ഉണ്ടായെന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവളുടെ ഒപ്പം ഒരു ഫ്രണ്ട് വന്നിരുന്നു. അപ്പോൾ ഞാൻ ഉള്ളിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ച് ഞാൻ ഒന്ന് വെറുതെ ഒന്ന് TV കണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മയങ്ങിപ്പോയിട്ട് എൻ്റെത് 7:45. ഇപ്പോൾ 7:45 ഓൾമോസ്റ്റ്. ഇപ്പോൾ എത്ര സമയമില്ലേ? 8:15. ഇപ്പോൾ 7:15 എനിക്ക് ഫ്രഷൊക്കെ ആയി കുറച്ചൊന്നും ഇരിക്കുകയായിരുന്നു. ഇനി ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം. ഇന്നലെ ഞാൻ മിസ് ചെയ്തു പോയി, കാരണം നമ്മൾക്ക് കണ്ടൻറ്റൊന്നും കിട്ടിയില്ല, പുറത്തു പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം. നാളെ നോക്കട്ടെ. ഇന്ന് രാത്രി പിന്നെ മഴ പെയ്യുന്ന പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ പോകണമെന്ന് വിചാരിക്കുമ്പോൾ അപ്പോൾ എന്തെങ്കിലും ഒരു ഉടായ്പുണ്ടാവും, പിന്നെ നമുക്ക് പോകാനും പറ്റില്ല. ഇപ്പോൾ എനിക്ക് മഴയത്തൊന്നും ഇറങ്ങി കുളിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഈ തണുപ്പത്ത് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടുപോകും. അപ്പോൾ നമ്മൾ വേനൽക്കാലം വരുമ്പോൾ, വേനൽ എന്ന് പറയുന്ന സമ്മറല്ലേ, വേനൽക്കാലം വരുമ്പോൾ നമ്മൾക്ക് ഒന്ന് മഴ പെയ്യില്ല, ഫസ്റ്റ് മഴ, അതിൽ കുളിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം ഗൈസ്. കാണാൻ നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. പുതിയതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.